നമ്മൾ സരസ്വതി രാഗത്തിലുള്ള സരസ്വതി നമസ്തുതി എന്ന കൃതിയാണ് വായിക്കുന്നത്. രൂപകതാളത്തിൽ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, ഷഡ്ജം. അവരോഹണത്തില് സാനീദ, അവിടെ കൈശിക നിഷാദം വരുന്നു. സാനീദ പ. അപ്പോ അങ്ങോട്ട് ഔഢവമായിട്ട് 5 സ്വരം, തിരിച്ചു വരുമ്പോ 6 സ്വരം ഷാഡവമായിട്ട് വരും. വായിക്കാം. പല്ലവി. സറ്റി പമപ്പ. പമപ്പ അല്ല, ശരിക്കും മപ്പ എന്നാണ്. അത് ജണ്ടവരിശ പോലെ ജസ്റ്റ് ഒരു ഗ്ലാൻസ് മാത്രം വരാവുള്ളൂ. നമോസ്തുതേ പദദ പമ പത്ത ശാരദേ. അത് ദസ ഒരുപോലെ. ദസ നിദ വിദ്യാപ്രദേ. അത് പദദ പമരി. പമ എന്നുള്ളത് പാപ്പ തന്നെ വായിക്കണം. അങ്ങനെ ഒന്ന് വായിക്കാം. അടുത്തത് സെക്കൻഡ് സംഗതി. സറ്റി മപ മരിസ. അത് സറ്റി പപ്പ പരിസ. റിമ പദ സന്നിധ. റിമ പദ സസ്നിധ. ശാരദേ ദസരിസ. അത് വേണമെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇതാ വായിച്ചാലും കുഴപ്പമില്ല. സായിൽ നിന്ന് തായിലേക്ക് അങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, സിമ്പിളായിട്ട് വായിക്കുക. ദസരിസനീദ സരസ്വതി സറ്റി മപ്പ മരിസ. പദ ദർശനിത പദ. പദ ദർശനിത. പദ ഒരുപോലെ, ദർശനിത അടുത്ത പോലെ. പദ സരി മരി പമരി സനിത. സരി മരി പമരി സനിത. പദരി സനിത പദ സനിത പമരി. പദരി സനിത പദ സനിത പമരി. സറ്റി പപ്പ മരി സരി മ പദ സനിധ. സോറി, മ പദ ദർശനിധ പദ. സരി മരി പമരി സനിധ. അത് പ്ലെയിൻ ആണ്. സരി മരി പമരി സനിധ എല്ലാം പ്ലെയിൻ. പായും മായും ചേർന്ന് നിൽക്കണം. പദരി സനിധ പദ സനിധ പമരി. പദരി സനിധ ഒരുപോലെ. പദ സനിധ പമരി. ഇതാണ് പല്ലവി. പദ നീ സദാ. പദ നീ സദാ. സാ ചെറുതായി ടച്ച് ചെയ്ത് വിടുക. വീണ
പ ദ ദ ദ പ പ പ ദ ദ ദ പ പ പാദത ഒരുപോലെ പ ദ ദ ദ പ പ അതാണ്. പുസ്തക വരമണിമാ ദരി സനി ദബ വരമണിമാ ദരി സനി ദബദ പലാലോ കൃത പദസ ദസനിത പാമ പദസ ഒരു പോയി ലാ ദസനിത ദദനിത ദദനിത എന്ന് വായിച്ച അല്ലെങ്കിൽ ദദസനിത ദദസനിത പാമ പാനി പമമ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അത്രയും സംഗതി എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.